എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വീനെക്കാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഷോൾഡറും ആം ഹോളും ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എത്രയാണോ നെക്ക് വിഡ്ത്ത് എടുക്കുന്നതെന്ന് വെച്ചാൽ ആ നെക്ക് വിഡ്ത്ത് ഇപ്പോൾ നമ്മളൊരു 3.5 ഇഞ്ചാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ 3.25 എടുക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ, 1/4 ഇഞ്ച് നമ്മൾ കുറച്ചിട്ടാണ് എടുക്കുക. എന്നാലേ കറക്റ്റ് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആ അളവിൽ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3.5 ഇഞ്ചിന് പകരം 3.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 1/2 ഇഞ്ചിൽ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൂടി വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഷോൾഡർ സ്ലോപ്പ് ചെയ്ത ഭാഗം നമ്മൾ കട്ട് ചെയ്യാണ്. നെക്ക് നമ്മളിപ്പോൾ നല്ല തുണിയിൽ കട്ട് ചെയ്യുന്നില്ല, നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. ക്യാൻവാസ് പേപ്പർ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എത്രയാണ് ലെങ്ത്ത് പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ ആ ലെങ്ത്തിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുക്കുക. ലെങ്ത്ത് വിഡ്ത്ത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ നെക്ക് വിഡ്ത്ത് എടുക്കുന്നത് 3.25 ഇഞ്ചാണ്. അപ്പം 3.25 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുക്കുക. അങ്ങനെ 4.25 ഇഞ്ച് വിഡ്ത്തും 14 ഇഞ്ച് ലെങ്ത്താണ് ഞാൻ കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ, അങ്ങനെ 15 ഇഞ്ച് ലെങ്ത്തും. ഈ അളവിലാണ് നമ്മൾ ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുള്ളത്. വിഡ്ത്ത് എന്ന് പറയുന്നത് 2 മടക്കി ഇട്ടപ്പോഴുള്ള വിഡ്ത്താണ് 4.25 4.5 എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അളവ് അനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. അതിനുശേഷം കറക്റ്റ് 2 നമ്മൾ ഇതേപോലെ ക്യാൻവാസ് പേപ്പർ മടക്കിയിട്ടിട്ടുണ്ട്. ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ നെക്ക് വിഡ്ത്തായ 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ടേക്ക് ലെങ്ത്ത് 14 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. 14 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ 1/2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ 1/2 ഇഞ്ച് എന്നുള്ളത് 3/4 ഇഞ്ചോ 1 ഇഞ്ച് വരെ കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്താവും എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന പ്രിൽസിൻ്റെ വീതി കൂട്ടി കൊടുക്കണം. ഞാനിവിടെ കൊടുക്കുന്നത് 1 ഇഞ്ചിലെ പ്രിൽസാണ്. അപ്പോൾ നിങ്ങൾ കൂട്ടിയിട്ട്, അതായത് 1 ഇഞ്ച് കൊടുക്കുകയാണെങ്കിൽ 1.5 ഇഞ്ചിൻ്റെ പ്രിൽസെങ്കിലും കൊടുക്കണം, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ 0.5 ആണ് മാർക്ക് ചെയ്യുന്നത്. ഈ 0.5 മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ നേരത്തെ മുകളിൽ 3.25 ഇഞ്ചിൽ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റും കൂടി നമ്മൾ വി ആയിട്ട്, അതായത് ആംഗിളായിട്ട് വരച്ചിട്ടുണ്ട്. 1 ഇഞ്ചിൽ ഇതേ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ വേറെ ഒരു ഗ്ലാസ് ഷേപ്പും കൂടി വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ പീസസൊക്കെ കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഉള്ളിൽ നമ്മൾ വരച്ചിട്ടുള്ള നെക്കിൻ്റെ ഡിസൈനും നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുക. ഇതിന് നമ്മൾ ഗ്ലാസ് ഷേപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ലെങ്ത്തിലാണ് ഉള്ളത്, 14 ഇഞ്ചിലാണ് ലെങ്ത്ത് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് വേറൊരു പീസ് വെച്ച് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് അത് ആലോചിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട. അപ്പോൾ നമുക്കിനി ഇത് ഏത് തുണിയിലാണോ, നിങ്ങൾക്ക് പേസ്റ്റിംഗ് പേപ്പറാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് തുണിയിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ തുണിയിൽ ഇതൊന്ന് അയൺ ചെയ്തെടുക്കുക. അതിൻ്റെ ചീത്ത വശത്തൊന്ന് അയൺ ചെയ്തെടുക്കുക. നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡിലൊക്കെ അത്യാവശ്യം കുറച്ച് തുണി വെച്ചതിന് ശേഷം ബാക്കി നമുക്ക് ഇതേ ഷേപ്പിൽ ബാക്കി തുണി കട്ട് ചെയ്യാം. എന്നതിന് ശേഷം നമ്മൾ മെഷീനിൽ ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സൈഡ് വശം 3 വശവും നമുക്ക് ഇതേപോലെ ഒന്ന് കറക്റ്റ് ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ എക്സ്ട്രാ ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് മുകൾ വശവും ഒരേ ലെവലിൽ കട്ട് ചെയ്യാം കേട്ടോ. ഇനി ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള, അതായത് ഗ്ലാസ് ഷേപ്പ് നമ്മൾ അയൺ ചെയ്ത് വെച്ചിട്ടുള്ള പീസിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ടിലെ പീസിൻ്റെ കറക്റ്റ് സെൻറ്ററും കട്ട് ചെയ്യാം. എന്നിട്ട് നല്ല വശത്തിൻ്റെ മുകളിൽ, അതായത് ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ, അതായത് നമ്മളിപ്പോൾ വരച്ച് വെച്ചതല്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഗ്ലാസ് ഷേപ്പ് വരുന്ന ഡിസൈനും കറക്റ്റ് സെൻറ്റർ ടു സെൻറ്റർ വരുന്ന രീതിയിൽ വെച്ചിട്ട് പിൻകുത്തി കൊടുക്കുക. പിൻകുത്തി കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പിൻകുത്തി കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇതേ ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം ഫസ്റ്റ് തുടങ്ങിയിട്ട് നമ്മൾ ആ ആംഗിളിൽ സ്റ്റിച്ച് ചെയ്ത് വരിക. സെൻറ്ററിലെത്തുമ്പോൾ ഫൂട്ടർ നിർത്തുക, അതായത് ഫൂട്ടർ പൊക്കി കൊടുക്കുക, സൂചി താത്തി കൊടുത്തിട്ട് ഫൂട്ടർ പൊക്കി കൊടുക്കുക. എന്നിട്ട് തുണി ഒന്ന് ചെരിച്ചതിന് ശേഷം പിന്നെയും ഫൂട്ടർ താത്തി കൊടുത്തിട്ട് ആ സെൻറ്റർ ഭാഗം സ്റ്റിച്ച് ചെയ്യുക. പിന്നെ കോർണർ വരുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. പിന്നെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മളിത് മുഴുവൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തത് കഴിഞ്ഞിട്ട് ഒരു 1/4 ഇഞ്ച് തുണി വെച്ചിട്ട് ബാക്കി തുണി നമ്മൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ 1/4 ഇഞ്ചിലൊരു തുണി വെച്ചിട്ടില്ലേ, അതായത് സ്റ്റിച്ചിൻ്റെ പുറമെ, അപ്പോൾ സ്റ്റിച്ചിൽ കൊള്ളാതെ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള തുണിയിൽ 1/4 ഇഞ്ചിൽ കൊടുത്തിട്ടുള്ള തുണിയിൽ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. ഈ സെൻറ്റർ പോർഷനിൽ വരുമ്പോൾ 2 ഭാഗത്തേക്കും ആംഗിളായിട്ടും കൂടി കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊന്ന് മറിക്കുമ്പോൾ എന്താ വെച്ചാൽ അതെന്ത് ചെയ്യുക, ആ സ്റ്റിച്ച് വരുന്ന ഭാഗം നമ്മൾ നെക്ക് ചെയ്ത ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കുക. അതായത് നമുക്ക് മറിച്ചെടുക്കുമ്പോൾ ചുളിവുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ള് ഈ ഷേപ്പിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമുക്കിത് അതായത് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള നെക്കിൻ്റെ ക്യാൻവാസ് പേപ്പറുള്ള ഭാഗം ഉള്ളോട്ടേക്ക് വെച്ചിട്ട് ഒന്നുകൂടി പതിച്ചടിക്കുക. അപ്പോൾ കറക്റ്റ് നമ്മളുടെ നെക്കിൻ്റെ ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ട് അവിടെ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് പ്രിൽസ് ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള 2 പീസ് വേണം. പീസിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഞാൻ 2.25 ഇഞ്ചാണ് എടുത്തത്.
എന്നിട്ട് കറക്റ്റ് അതിനെ സെൻറ്ററാക്കിയിട്ട് മടക്കുക. അതായത് നല്ല വശത്തിനെ കറക്റ്റ് സെൻറ്ററാക്കി മടക്കിയതിന് ശേഷം നമ്മളിപ്പം ഗ്ലാസ് നെക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ നല്ല തുണി, അതായത് നല്ല തുണീൻ്റെ അടിഭാഗത്ത് ഇപ്പം നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ഈ തുണി വെച്ചിട്ട് കുറച്ച് പ്രിൽസ് ഇട്ട് കൊടുക്കുക. അതായത് കുഞ്ഞു പ്രിൽസ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ പ്രിൽസ് ഇടാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം തന്നെ കുഞ്ഞു പ്രിൽസ് ഇട്ടിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. എന്നതിന് ശേഷം ഈ തുണീൻ്റെ താഴെ വെച്ചിട്ട് അടിച്ചാൽ മതി. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ, ഒന്നിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ പിന്നെ ചെയ്ത് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒന്നിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം പ്രിൽസ് ഇട്ടതിന് ശേഷം, അതായത് നെക്ക് ചെയ്ത് വെച്ച തുണീൻ്റെ താഴ്വശത്ത് ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യണം. ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ട് ആ പോയിൻ്റ് എത്തുമ്പോൾ, അതായത് ഗ്ലാസിൻ്റെ പോയിൻ്റ് എത്തുമ്പോൾ, അതായത് കോർണർ എത്തുമ്പോൾ നിർത്തി വെച്ചിട്ട് അടുത്ത ഭാഗം അതുപോലെ തന്നെ ഫുള്ള് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗം ഇതുപോലെ തന്നെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരുന്ന രീതിയിൽ, അതായത് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ വി ഷേപ്പ് വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് താഴെ, അതായത് നല്ല തുണി പൊക്കി പിടിച്ചാൽ താഴത്തെ ആ തുണി ഉണ്ടാവും. അപ്പോൾ ആ തുണി ഒന്ന് വലിച്ചു കൊടുത്താൽ കറക്റ്റ് നല്ല രീതിയിൽ അത് വരുന്ന രീതിയിൽ വന്നതിന് ശേഷം സെൻറ്റർ പോർഷനും കൂടി സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് കുറച്ച് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് നിർത്തുക. നമ്മൾ കൊടുത്തിട്ടുള്ള മൊത്തം ലെങ്ത്തിൽ ഇതുപോലെ നമ്മൾ പ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ താഴത്ത് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കുക. പിന്നെ ഇത്രയും ലെങ്ത്ത് നമുക്ക് നെക്കിന് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വേറൊരു തുണി കൊടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ നെക്ക് കട്ട് ചെയ്ത തുണി തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ നല്ല തുണീൻ്റെ മുകളിൽ ഇതേപോലെ ലൈനിങ് വെച്ചിട്ട് നമ്മൾ 3 വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴ്വശം ഒഴിച്ചിട്ട് ബാക്കി 3 വശം ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചെടുക്കാം. ചെറിയ കട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മറിച്ചെടുത്തിട്ട് കോർണറൊക്കെ ഇതേപോലെ എന്തെങ്കിലും പെന്നോ എന്തെങ്കിലും വെച്ച് കുത്തി കൊടുത്താൽ കറക്റ്റായിട്ട് ഇതേപോലെ കിട്ടും. എന്നിട്ട് നമുക്ക് ഇതേപോലെ അത് മറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സാധാരണ നമ്മൾ എത്രയാണോ നെക്കിന് ലെങ്ത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ ലെങ്ത്ത് ഇതേപോലെ നല്ല തുണിയിലൊന്ന് മാർക്ക് ചെയ്യാം. ഞാൻ സാധാരണ 6 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുക്കുക. അപ്പോൾ ആ 6 ഇഞ്ച് ഞാൻ 2 ഭാഗത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത 2 പോയിൻറ്റിലും നമ്മൾ അതായത് ആദ്യം നമ്മളിപ്പോൾ മറിച്ചെടുത്തിട്ടുള്ള പീസ് വയ്ക്കുക. അതിന് മുകളിൽ നമ്മൾ നെക്ക് ചെയ്ത പീസ് വെച്ചിട്ട് ആ 6 ഇഞ്ച് കറക്റ്റ് വരുന്ന രീതിയിൽ 2 ഭാഗത്തും പിൻ കുത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ 2 സൈഡിലും പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്, താഴ്വശത്തും പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രില്ലിൽ കൊള്ളാതെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഓൾറെഡി 4 ഇഞ്ചിൽ നമ്മൾ ആ പ്രിൽസ് സ്റ്റിച്ച് ചെയ്ത ഭാഗമില്ലേ, ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ തന്നെ വേണം ഈ സ്റ്റിച്ചും വരാൻ വേണ്ടിയിട്ട്. പ്രിൽസിൽ സ്റ്റിച്ച് കൊള്ളരുത്, കാരണം പ്രിൽസ് ഇങ്ങനെ പൊങ്ങി കിടക്കുമ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതുപോലെ മുഴുവനും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ എൻഡ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്ക് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ വി നെക്ക് ചെയ്തെടുക്കാം. അപ്പം പ്രിൽസ് കൊടുത്തതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് ലേസോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കി എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ അത് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.